بين الرجاء والخوف قلبي طائر ومن اليقين النور بيض جوانحي فوق السحاب يطير حرا مدركا نسمو كماله للكون وجه آخر نحيا أنا صنعة أوجدتها يا باري وملكت فيها معصم الإيمان للحق والعدل التواصي بالجمال عبادة حسن التأمل بالإله وصال الجمال يرى ويقلب نبعه كالقرب حين دعاء. Hello everyone, assalamu alaikum, welcome back to my channel. Hope you all are doing well. Alhamdulillah, I'm doing great. So today's video is all about, it's a very short daily vlog. നമ്മൾ കുറേ ആയില്ലേ വീഡിയോ ഇട്ട്, എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബീൻ ഓൾമോസ്റ്റ് 8 or 10 days, എന്തായാലും അത്രയൊക്കെ ആയി. 1 വീക്കൊക്കെ കഴിഞ്ഞു. എല്ലാ പ്രാവശ്യവും വീക്ക്ലി വൺസ് എങ്കിലും വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു വീക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ഒക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വീക്കായിരുന്നു. അൽഹംദുലില്ലാ വി ഓൾ ഗുഡ് നൗ. ആൻഡ് ഞാൻ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി കേട്ടോ ബെഡ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. ഞാൻ ബ്രഷ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ചില സമയങ്ങളിൽ ബെഡ് ക്ലീൻ ചെയ്യും. മോർണിംഗ് സുബഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വർക്കിന് പോയപ്പോൾ ബേബി അബൂദ് എഴുന്നേക്കാതിരുന്നപ്പോൾ ഞാനും ഒരു 1 hour കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് അറൗണ്ട് 8:30 AM. ഓരോരുത്തർക്ക് ഡെയിലി ലൈഫിൽ മാറ്റങ്ങളൊന്നും ഇല്ലാണ്ട് ചെയ്യുന്ന കാര്യങ്ങളില്ലേ, ലൈക്ക് ബ്രഷൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ, അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളൊരു കാര്യം കേട്ടോ ഈ ഒരു ബെഡ് മേക്കിംഗ്. ബെഡ് എപ്പോഴും 24/7 ഇങ്ങനെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നത് കാണാൻ ഭയങ്കര കംഫർട്ടബിളാണ്. നമ്മൾ റൂമിലേക്ക് വരുമ്പോൾ തന്നെ വല്ലാത്തൊരു റീഫ്രഷ് ഫീലാണ് ഈ ഒരു ബെഡ് മേക്കിംഗ് ഒക്കെ അങ്ങ് കഴിഞ്ഞാൽ. ഇത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് സെക്കൻഡ് ടൈമാണ് ബ്രഷ് ചെയ്യുന്നത്. സുബഹ് നിസ്കരിക്കാൻ എണീറ്റപ്പോൾ ഓൾറെഡി ബ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനൊന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി പോവാണ്. മോൻ എണീറ്റിട്ടില്ല. മോൻ എണീറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊന്നും നടക്കില്ല. അപ്പോൾ അവൻ ഉറങ്ങുന്നതിൻ്റെ മുന്നേ ക്വിക്കായിട്ടൊന്ന് ബ്രഷൊക്കെ ചെയ്തു കിച്ചണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ മുന്നേ ഡെയിലി ഒരു മാറ്റം ഇല്ലാണ്ട് ചെയ്യുന്ന വേറൊരു കാര്യമാണ് സ്പെക്സ് കറക്റ്റായിട്ട് വിയർ ചെയ്യുക എന്നുള്ളത്. ഇത് സ്പെക്സ് കണ്ടിന്യൂസ് ആയിട്ട് വെക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതില്ലാണ്ട് ഒരു ലൈഫ് ചിന്തിക്കാൻ പോലും വയ്യ. എനിക്ക് നല്ലോണം സൈറ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്. സോ അത് 24/7 യൂസ് ചെയ്യണം. ഉറങ്ങുന്ന സമയത്ത് മാത്രമേ റിമൂവ് ചെയ്യാറുള്ളൂ. മോസ്റ്റ്ലി എല്ലാ ടൈമും യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് കിച്ചണിലേക്ക് വന്നാൽ ഈ കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പരിപാടിയാണ് ഈ ഒരു വിൻഡോ ഇങ്ങനെ ഓപ്പൺ ചെയ്തിടുക എന്നുള്ളത്. അൽഹംദുലില്ലാ 5 to 6 months ആയിട്ട് ഇത് ഓപ്പൺ ചെയ്യാറേ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് UAE വെതറിനെ പറ്റി അറിയാമല്ലോ, ഭയങ്കര ഹോട്ടായിരുന്നു. നമ്മളിത് ഇതുപോലുള്ള വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്തിട്ടാൽ ഡസ്റ്റ് വരുന്നതിന് പുറമേ നല്ല ചൂടും ഉള്ളിലേക്ക് കയറും. ആൻഡ് ഇപ്പോൾ വെതർ നല്ല കംഫർട്ടബിൾ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് അത് കുറച്ച് നേരം ഒരു 10 to 15 minutes ഒക്കെ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ടിടും. ആൻഡ് മോർണിംഗ് എണീറ്റ ഉടനെ ഇപ്പോൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സ്മോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ച ആൽമണ്ട്സും നമ്മളുടെ അജ്വ ഡേറ്റ്സും ആണ്. ഇറ്റ്സ് റിയലി ഗുഡ് ടു സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് അജ്വ ഡേറ്റ്സ്. അജ്വൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ മുത്തുനബി റസൂല് കൈകൊണ്ട് നട്ടുപിടിപ്പിച്ച മരത്തൈയാണ് അജ്വ ഡേറ്റ്സിൻ്റെത്. അതിൻ്റെ ഒരുപാട് ഹദീസുകളും സ്റ്റോറീസും ഒക്കെ ഉണ്ട്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആൻഡ് ഞാനിപ്പോൾ കൂടുതലും അജ്വ വെച്ചിട്ടാണ് എൻ്റെ ഡേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യൽ. അതിൻ്റെ കൂടെ ആൽമണ്ട് സോക്ക് ചെയ്തതും കഴിക്കും. ഇറ്റ്സ് ബെസ്റ്റ് ടു സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് അജ്വ. ലൈക്ക് പ്ലെയിനായിട്ട് കഴിക്കുക. ഞാൻ കുറച്ചുകൂടി ഒരു ഹെൽത്തി വേർഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കൂടെ ആൽമണ്ട്സ് കഴിക്കാമെന്ന് മാത്രം. ആൻഡ് ഈ ഒരു കപ്പ് ഫുള്ള് വാട്ടറും കുടിക്കും. 300 ml വാട്ടർ കൊള്ളുന്ന ഒരു കപ്പാട്ടോ ഇത്. അതുകൊണ്ട് മാക്സിമം അത് ഫുള്ള് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. മോനുണ്ടെന്നുണ്ടെങ്കിൽ മോനെയും കൂടെ ഇരുത്തും. പക്ഷേ അവൻ സോക്ക്ഡ് ആൽമണ്ട്സ് കഴിക്കുന്നല്ലാണ്ട് അജ്വ കഴിക്കാൻ വലിയ താല്പര്യമില്ല മൂപ്പർക്ക്. എന്തേലും കഴിക്കട്ടെ വിചാരിച്ചിട്ട് കൂടെ ഇരുത്താറുണ്ട്. ഇന്ന് മോൻ നല്ല ഉറക്കമായതുകൊണ്ട് അവൻ എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് അവന് ബ്രേക്ക്ഫാസ്റ്റും പ്രിപ്പയർ ചെയ്യണം. എൻ്റെ ഈ കുഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും വേണം. റസൂല് പറഞ്ഞ അജ്വ ഡേറ്റ്സിൻ്റെ ഹദീസ് എന്താണെന്നറിയോ?
who eats 7 ajwa dates every morning will not be affected by poison or magic on the day he eats them. ഇറ്റ് മീൻസ് ദിവസവും രാവിലെ 7 അജുവ ഈത്തപ്പഴം കഴിക്കുന്നവർക്ക് അത് കഴിക്കുന്ന ദിവസം മുഴുവൻ വിഷമോ മന്ത്രവാദമോ ഒന്നും ബാധിക്കുകയില്ല. ലൈക്ക് എവിലൈസ് പോലുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് ട്രൈ ടു സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് അജുവ. ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ അവർ ഹെൽത്ത്. ഈ ഒരു കോഫി ബ്ലെൻഡർ ഞാൻ ഐക്യന്ന് വാങ്ങിയതാട്ടോ. ഞാനൊരു 1 year ആയിട്ട് യൂസ് ചെയ്യുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ്. ആൻഡ് 1 year ആയിട്ട് ആ ഒരു സെയിം ബാറ്ററി തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത്. റീസൺലി അതിൻ്റെ ബാറ്ററി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ഒന്ന് ചേഞ്ച് ചെയ്തു. ഇത് ഞാൻ ഐക്യന്ന് 3 dirhamsന് വാങ്ങിയതാണ്. വാങ്ങുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് കാലമൊന്നും ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, പെട്ടെന്ന് തന്നെ ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ്. ബിക്കോസ് പ്രൈസ് വളരെ ചീപ്പാണല്ലോ. ബട്ട് അൽഹംദുലില്ലാ അത് 1 year ഞാൻ യൂസ് ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ആൻഡ് സ്റ്റിൽ ഇറ്റ് വർക്ക്സ് പെർഫെക്റ്റ്ലി ഫൈൻ. സോ ഈ ഒരു കോഫി ബ്ലെൻഡർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഐക്കയിൽ പോകുന്ന സമയത്ത് വാങ്ങാം. അവരുടെ ഷോപ്പിൽ ഓൺലൈൻ സ്റ്റോറിലും ഓഫ്ലൈൻ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. ജസ്റ്റ് 3 dirhams വരുന്നുള്ളൂ. യെസ്റ്റർഡേയും ഉറക്കം തീരെ ശരിയായില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മോർണിംഗ് നിന്ന് സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നത്. നോർമലി ഞാൻ അങ്ങനെ കിടക്കാറേ ഇല്ല. ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്നാൽ ഡേ മൊത്തം കൊള്ളാവുമല്ലോ. അതുകൊണ്ട് മോർണിംഗ് മോൻ എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ കുറച്ചുകൂടി കിടക്കാമല്ലോ വിചാരിച്ചിട്ട് കിടന്നതായിരുന്നു. ആൻഡ് എണീറ്റിട്ടും ഉറക്കം ഒരു പെർഫെക്റ്റ് ആവാത്ത ഫീലായപ്പോൾ എനിക്ക് കുറച്ച് റീഫ്രഷ് ഫീൽ കൂടി ആവശ്യമുണ്ട് എന്ന് തോന്നിയപ്പോൾ ഞാൻ ഈ ഒരു ലൈറ്റായിട്ടുള്ള ഐസ്ഡ് കോഫി പ്രിപ്പയർ ചെയ്തതാണ്. ആൻഡ് ഇറ്റ്സ് സോ യമ്മി. ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കോഫി പൗഡറും അതിലേക്ക് കുറച്ച് മിൽക്കും ഐസ് ക്യൂബ്സും, ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം, കുറച്ചുകൂടി നന്നായിട്ട് ഐസ് ക്യൂബ്സും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വളരെ കുഞ്ഞൊരു കപ്പിൽ കാവ കപ്പിൽ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഐസ്ഡ് കോഫി പ്രിപ്പയർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുടിച്ച് റെഡി ആയപ്പോഴേക്കും ബേബി അബൂദിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു. മൂപ്പർ ഉണർന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് അറൗണ്ട് 9 AM. ഇനിയുള്ളൊരു 1.5 hour മോൻ്റെ കൂടെയുള്ള ടൈമായിരിക്കും കേട്ടോ. ആൻഡ് മോൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. വളരെ പാനിക് ആവാറൊന്നുമില്ല, വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഇതുപോലെ ഒരു 10 to 15 minutes ഒക്കെ മിണ്ടാണ്ട് കിടക്കും, തിരിഞ്ഞും മറിഞ്ഞൊക്കെ. ഇതൊക്കെ റീസെൻ്റായിട്ട് തുടങ്ങിയ ശീലങ്ങളാട്ടോ. മുന്നേ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. മുന്നേ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ വെക്കും ആരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ. അവൻ എണീക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേർട്ടൻസൊക്കെ ഓപ്പൺ ചെയ്തിട്ടിട്ടത്. റൂം ഭയങ്കര ഇരുട്ടായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ആകെ പാനിക്കായിട്ട് ആകെ ഒച്ചയും ബഹളമൊക്കെ വെച്ച് കരയാൻ തുടങ്ങും. സോ അവൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കേർട്ടൻസൊക്കെ പതിയെ ഒന്ന് ഓപ്പൺ ചെയ്ത് റൂമൊക്കെ നന്നായിട്ടൊന്ന് മോർണിംഗ് വൈബാക്കി വെക്കും. എണീറ്റ് കഴിഞ്ഞാൽ മൂപ്പര് ആദ്യം ചെയ്യുന്നത് വാഷ്റൂമിലേക്ക് ഓടുക എന്നുള്ളതാട്ടോ. ബിക്കോസ് ഇത് അവനൊരു റുട്ടീനാണ്. വേറെ ഒന്നിനും നിൽക്കില്ല, ഡയറക്റ്റ് വാഷ്റൂമിലേക്ക് പോവും. മോഷൻ പാസ് ചെയ്യാനും കുളിക്കാനും ഒക്കെ ചെയ്യും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതവനൊരു കുഞ്ഞിലെ ഒരു റുട്ടീൻ പോലെ കണ്ടിന്യൂ ചെയ്തതുകൊണ്ട് അൽഹംദുലില്ലാ ഇപ്പോഴും അതവൻ ഫോളോ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഫീവർ അതുപോലെ റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനത്തെ റൂട്ടീനിന് ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടാവൽ. അതർവൈസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ട്രൈ ചെയ്യാറുണ്ട്. അവൻ ഉറങ്ങി എണീറ്റ് ഉടനെ തന്നെ അവൻ്റെ ബെഡ് ഞാൻ സ്പോട്ടിൽ തന്നെ ക്ലീൻ ചെയ്ത് വെക്കും. ഒരുപാട് ബ്ലാങ്കറ്റ്സ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റിൽ നന്നായിട്ട് വേരിയേഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് രാത്രിയൊക്കെ ഇപ്പോൾ നല്ല തണുപ്പാട്ടോ. മോന് കൂടുതലും ക്രിബാണ് രാത്രി യൂസ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ രാത്രി ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ കട്ടിലിൻ്റെ മുകളിലേക്ക് നമ്മളുടെ കൂടെ എടുത്ത് കിടത്തും. അതല്ലാന്നുണ്ടെങ്കിൽ ക്രിബിൽ തന്നെ ദ ഹോൾ ഡേ അവൻ സ്പെൻഡ് ചെയ്യും. മോൻ്റെ ക്രിബും നന്നായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അവനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയതിൻ്റെ ശേഷം ഞാൻ വേഗം അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ബിക്കോസ് ഉറങ്ങി എണീറ്റാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ അത്. അവൻ എപ്പോഴും ലൈറ്റ് വോമായിട്ടുള്ള ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും മുന്നേ കുക്ക് ചെയ്ത് വെക്കാത്ത, അല്ലെങ്കിൽ സ്പോട്ടിൽ അവൻ ഉറങ്ങി എണീറ്റ് അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യുന്ന ഫുഡ്സാണ് കൂടുതലും കൊടുക്കുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്, നമ്മളുടെ ഉഴുന്ന് ദോശ. ഇത് ഞാൻ ഓൾറെഡി വീട്ടിൽ തന്നെ അരച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ദോശമാവാണ്. അപ്പോൾ ഇതൊരു 5 to 6 days വരെ കേടുവരാണ്ട് നമുക്ക് തന്നെ സോൾട്ടൊന്നും മിക്സ് ചെയ്യാണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് വെക്കാൻ വേണ്ടി പറ്റും. ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ ഫുഡ് ഐറ്റംസ് ഒന്നും കൂടുതലും മോനെന്നല്ല നമ്മളും അധികം യൂസ് ചെയ്യാറില്ല. ആൻഡ് ഇതൊക്കെ ഞാൻ തന്നെ ഹോം മെയ്ഡായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് കുഞ്ഞൊരു 2 to 3 ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നല്ല കട്ടിയുള്ള മാവ് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ബിക്കോസ് അവൻ കുറച്ച് നൈസായിട്ടുള്ള ദോശയാണ് ഇഷ്ടം. ഓരോ ദോശയും പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. ഇന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും സ്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അവൻ കഴിക്കുന്ന ടൈമൊക്കെ കഴിഞ്ഞു. ആൻഡ്
ഇതുപോലെ നല്ല നൈസായിട്ടുള്ള ദോശ പ്രിപ്പയർ ചെയ്തിട്ടെടുക്കും. ഞാൻ അതിൻ്റെ കൂടെ സ്പൈസി കറികളൊന്നും മൂപ്പർക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഫോഴ്സ് ചെയ്ത് കൊടുക്കാറുമില്ല. ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോൾ അവർ തന്നെ സ്പൈസി ഫുഡ്സൊക്കെ കഴിച്ചു തുടങ്ങും. സോ അതൊരു റുട്ടീൻ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വളരെ ലൈറ്റായിട്ടുള്ള അവന് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കൊടുക്കാറ്. ഇന്ന് ഞാൻ കൊടുക്കുന്നത് കുറച്ച് സ്ട്രോബെറീസും ബ്ലൂബെറീസും ആണ്. ഹി റിയലി ലൈക്സ് സ്ട്രോബെറീസ്. സോ മാക്സിമം ബെറീസോ ഫ്രൂട്ട്സോ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ദോശ പ്രിപ്പയർ ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനിതുപോലെ ബെറീസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഇതുപോലെ സൈഡായിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ വെച്ച് കൊടുക്കും. ആൻഡ് ഇതിൽ എന്തൊക്കെ കഴിക്കുന്നൊന്നും അറിയില്ല. മാക്സിമം എല്ലാം കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. സ്പൈസി കറീസൊന്നും മൂപ്പർക്ക് വലിയൊരു താല്പര്യമില്ല കേട്ടോ. ചില സമയത്ത് എന്നാൽ മിണ്ടാണ്ട് കഴിക്കുകയും ചെയ്യും. ഓവർ സ്പൈസി ആയിട്ടുള്ള ഒരു ഫുഡും നമ്മൾ ഉണ്ടാക്കാറുമില്ല, അവന് കൊടുക്കാറുമില്ല. ആൻഡ് വലുതാവുമ്പോൾ ഒക്കെ കഴിക്കുമായിരിക്കും. ഇന്ന് ഞാൻ കറിയൊന്നും കൊടുക്കുന്നില്ല. ഇതിൻ്റെ കൂടെ ചായ വേണം അമ്മ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ടൊരു ടീ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നില്ല. മോന് ചായനേക്കാളും കുറച്ചുകൂടി ഇഷ്ടം കോഫിയാട്ടോ. അപ്പോൾ കോഫിയും ചായയും ആൾക്ക് ഇപ്പോഴും ഡിഫറൻസ് മനസ്സിലായി തുടങ്ങിയിട്ടൊന്നുമില്ല. ഡെയിലി 2 to 3 കപ്സ് കോഫിയൊക്കെ കുടിക്കാൻ പറ്റുമെങ്കിൽ മൂപ്പർ 2 to 3 കപ്സ് കോഫിയൊക്കെ കുടിക്കും കേട്ടോ. സോ മാക്സിമം ഞാനിപ്പോൾ അങ്ങനെ കോഫി കൊടുക്കാറില്ല. ബിക്കോസ് എപ്പോഴും അങ്ങനെ ഒരുപാട് കോഫി അവരുടെ ബോഡിയിലേക്ക് പോകുന്നത് അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല. അത് മാത്രമല്ല മോർണിംഗ് നല്ല നേരത്തൊക്കെ എഴുന്നേൽക്കുന്ന സമയത്താണ് ഈ കോഫി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കുള്ള ഉറക്കവും ഇല്ലാണ്ടായി പോകുന്നുണ്ട്. ആൻഡ് കോഫി പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. ഇനി മോന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ കൂടുതലും എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് തീർക്കാനുണ്ടെങ്കിലൊക്കെ ചെയ്ത് തീർക്കൽ. എല്ലാ ദിവസവും മോർണിംഗ് ഒരു 10:30 11 o'clock ആവുന്ന സമയത്താണ് ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗിന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലെന്ന് ഡിസൈഡ് ചെയ്യൽ. അപ്പോൾ നാളെ മോർണിംഗ് ഞാൻ നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റൈസൊക്കെ സോക്ക് ചെയ്ത് ഇതുപോലെ വാട്ടർ ഒഴിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. മാവ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മോർണിംഗ് കുക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആണല്ലോ. റൈസൊക്കെ സോക്ക് ചെയ്ത് തിരിച്ച് റൂമിലേക്ക് എത്തിയപ്പോഴാണ് മോൻ എനിക്ക് ചെറുതായിട്ടൊരു പണി തന്നത്. അവൻ ചെറുതായിട്ട് കോഫി ഒന്ന് ബെഡ്ഷീറ്റിലാക്കിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്തതുകൊണ്ട് വലിയ രീതിയിൽ മാട്രസിലേക്ക് ഇറങ്ങിപ്പോയില്ല. സോ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാനൊരു 10 to 15 minutes വെറുതെ അവിടെ വേറെയും സ്പെൻഡ് ചെയ്തു. കോഫി ആയ ബെഡ്ഷീറ്റ് മാറ്റി ഞാൻ പുതിയ ബെഡ്ഷീറ്റ് വിരിക്കുകയാണ്. ആൻഡ് പ്രീവിയസ് എൻ്റെ വ്ളോഗ്സൊക്കെ കണ്ട ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ബെഡ് ഫ്രെയിമിൽ ബെഡ്ഷീറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിരുന്നു. പക്ഷേ ഈ ഒരു ബെഡ് ഫ്രെയിമിൽ ബെഡ്ഷീറ്റ് ഫിറ്റ് ചെയ്യാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കും. മാട്രസ് കുറച്ച് തിക്ക് ഫോമിലുള്ളൊരു മാട്രസ്സാണ്. അതുകൊണ്ട് ബെഡ്ഷീറ്റ് വിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും നല്ല നീറ്റായിട്ട് അത് ഫിറ്റായിട്ടിരിക്കും. ആൻഡ് അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് റെഡി ആയപ്പോഴേക്കും ലുഹ നിസ്കരിക്കേണ്ട ടൈമായി. ലേറ്റായി പോയി. സാധാരണ ഒരു 9:30 ഒക്കെ ആകുമ്പോൾ നിസ്കരിക്കാറുണ്ട്. ഇന്ന് 10 o'clock ആയി. പെട്ടെന്ന് തന്നെ വുളു എടുത്ത് വന്നിട്ട് ലുഹ നിസ്കരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വളരെ റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാട്ടോ ലുഹ നിസ്കാരം. ഞാൻ പ്രീവിയസ് ഒരു വ്ളോഗിൽ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഇതിൻ്റെ ദുആകളും കാര്യങ്ങളൊക്കെ വളരെ സ്ലോലി പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇതിന്ന് എന്തെങ്കിലും ഞാൻ സ്പെഷ്യലായിട്ട് ലേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് എന്തായാലും ഷെയർ ചെയ്യും ഇൻഷാ അല്ലാ. ആൻഡ് നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 10 to 15 minutes നിങ്ങൾക്ക് ഫ്രീ ആക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ലുഹ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇറ്റ്സ് റിയലി ഗുഡ് ആൻഡ് സോ റിഫ്രഷിങ്. ലുഹ നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ദിവസവും ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോകും. അപ്പോൾ ഇന്ന് എനിക്ക് സ്പെഷ്യലായിട്ട് അങ്ങനെ കുക്കൊന്നും ചെയ്യണ്ട. മോർണിംഗ് ഹസ്ബൻഡിന് ഓഫീസിലേക്ക് കൊടുത്തയച്ച ഫുഡിൻ്റെ ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിന്ന് ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കഴിക്കുന്നത്. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും മോൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് അവനും കുറച്ച് നേരം ഉറങ്ങും. അപ്പോൾ അവനെ ഉറക്കാൻ കിടത്തിയതിൻ്റെ ശേഷം ഞാൻ പെട്ടെന്ന് കുറച്ച് ഖുർആൻ ഓതാന്ന് വിചാരിച്ചു. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഓതുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഹത്തം പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം നല്ല ബെസ്റ്റ് ടൈമാട്ടോ. അപ്പോൾ ഹത്തൊക്കെ തീർക്കാനുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ടൈമിലാണ് ഇരുന്നിട്ട് ഓതൽ. മാക്സിമം മോനൊരു 1 hour അല്ലെങ്കിൽ 1.5 hour മാത്രമേ ഉറങ്ങുള്ളൂ. അപ്പം ലുഹറിൻ്റെ മുന്നേ അവൻ ഉറങ്ങി എണീക്കും. അതിൻ്റെ മുന്നേ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലൊക്കെ ഞാൻ ചെയ്തു തീർക്കും. കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലഞ്ച് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യൽ അവൻ ഉറങ്ങുന്ന സമയത്ത്. ഇന്ന് എനിക്ക് ലഞ്ചൊന്നും പ്രിപ്പയർ ചെയ്യാൻ സ്പെഷ്യലായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഈ ഒരു ബനാന കേക്ക് നമ്മളെ കിച്ചണിൽ ഇപ്പോൾ ഒരു സ്ഥിരമായിട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഷുഗർ ഇട്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഷുഗർലെസ് ആയിട്ടുള്ള ബനാന കേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവായിരുന്നു. അതുകൊണ്ട് ഞാൻ മാക്സിമം ഷുഗറൊക്കെ അതിനെടുത്ത് ഒഴിവാക്കി
മിൽക്കും ബട്ടറും ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു സിമ്പിൾ യമ്മി ബനാന കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് ടൈം കാണിച്ചിട്ടുണ്ട്. അതിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇപ്രാവശ്യം. ലൈക്ക് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി ഒരു സ്മൂത്തി ടെക്സ്ചറിൽ മിൽക്ക് ആഡ് ചെയ്യുമ്പം ബനാന കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആരെങ്കിലും ബനാന കേക്ക് സ്ഥിരമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മിൽക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഞാൻ പ്രീവിയസ് കാണിച്ച എല്ലാ റെസിപ്പിയിലും കൂടുതലും ബട്ടറും ഗീയും ആഡ് ചെയ്തിട്ടുള്ള റെസിപ്പി ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് മിൽക്ക് ആഡ് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു ഡിഫറൻസ് ഈ ഒരു ബാറ്ററിൽ ഉണ്ടായിരുന്നു. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മിൽക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലോറിൽ നന്നായിട്ട് വേരിയേഷൻ വരുത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ ബാറ്റർ നല്ല ലൂസായി പോകാനും കേക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് കിട്ടാനും ചാൻസ് കുറവാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു 5 to 10 മിനിറ്റ്സിൽ പ്രിപ്പയർ ചെയ്തിട്ടെടുക്കുന്ന ഒരു ബനാന കേക്ക് ആട്ടോ. നമ്മളെ വീട്ടിൽ കൂടുതലും ബനാന ഒക്കെ യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് റേപ്പായി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ റേപ്പായി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കഴിക്കാൻ നന്നായിട്ട് റിജക്റ്റ് ചെയ്യും. ഇവിടെ മോനാണെന്നുണ്ടെങ്കിലും ബനാന ഒരു പരിധിയിലധികം അങ്ങ് റേപ്പായി കഴിഞ്ഞാൽ കഴിക്കില്ല. സോ കൂടുതൽ ടൈമും വേസ്റ്റ് ആയി പോകും. അപ്പോൾ വേസ്റ്റ് ആവണ്ട, ഒരു ഹെൽത്തി ആയിട്ടുള്ള വേയിൽ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാലോ എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ബനാന കേക്ക് റെസിപ്പി കണ്ടുപിടിക്കുന്നത്. ആൻഡ് നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ബനാനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വളരെ സ്മൂത്തായിട്ടുള്ള ബനാനൻ്റെ ഒരു ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഷുഗർ ഒന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രീവിയസ് റെസിപ്പിയിലൊക്കെ ഞാൻ ഈ ബാറ്ററിൻ്റെ കൂടെ നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടാണ് റെസിപ്പി പ്രിപ്പയർ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇന്ന് ഞാൻ അങ്ങനെ നട്ട്സൊന്നും ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് മോളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ നട്ട്സ് ആഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ ഫ്ലെക്സ് സീഡ്, പംകിൻ സീഡ്, സിസമി സീഡ്, അതുപോലെ തന്നെ നമ്മളെ ബദാം സ്ലൈസസ്, ഇതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓവൻ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് എയർ ഫ്രയറിൽ കണ്ടിന്യൂസ് ആയിട്ട് ബേക്ക് ചെയ്യുന്ന ഫുഡ്സ് കഴിക്കുന്നത് അത്ര വലിയ നല്ലതൊന്നുമല്ല കേട്ടോ. പക്ഷേ ഞാൻ മാക്സിമം വീക്ക്ലി വൺസ് ഒക്കെ ബേക്ക് ചെയ്യാറുള്ളൂ. ആൻഡ് ഈ ഒരു സെറാമിക് പോട്ടിലാണ് ഇപ്രാവശ്യം ഞാൻ ബേക്ക് ചെയ്യുന്നത്. സാധാരണ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മോൾഡ് ഉണ്ട്. നിങ്ങൾ എൻ്റെ പ്രീവിയസ് വ്ളോഗ്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇന്ന് കുറച്ച് അധികം ഉണ്ടായിരുന്നു ബാറ്റർ, അതുകൊണ്ട് ഞാൻ ആ ഒരു സെറാമിക് പോട്ടിലാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ആൻഡ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ച സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് 150 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ആണ് ഇത് ബേക്ക് ചെയ്യാൻ ഞാൻ നോർമലി വെക്കുന്നത്. സെറാമിക് പോട്ടിൽ വെച്ചതുകൊണ്ട് കറക്റ്റായിട്ട് ബേക്ക് ചെയ്ത് കിട്ടുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. മോൾഡിൽ വെച്ചതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എയർ ഫ്രയറിൽ ഞാൻ കൂടുതലും മോൾഡ്സും അതുപോലെ എയർ ഫ്രയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് പോട്ട്സും വെച്ചിട്ടാണ് ബേക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. റീസെൻ്റ് ആയിട്ട് ഈ ഒരു പോട്ട് ഞാൻ ഡേ ടു ഡേ എന്ന് വാങ്ങിയതാണ്. ഇത് സെയിൽ ചെയ്ത സമയത്ത് അവിടുത്തെ സെയിൽസ്മാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് ഓവനിലും എയർ ഫ്രയറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറാമിക് പോട്ടാണെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളെ കയ്യിലുള്ള എല്ലാ സെറാമിക് പോട്ട്സും നിങ്ങൾ എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കരുത്. ചില പോട്ട്സിൻ്റെ ഗ്ലാസ് ഒന്നും എയർ ഫ്രയറിൽ ഓക്കെ ആയിരിക്കില്ല. അങ്ങനെയുള്ള സമയത്താണെങ്കിൽ എക്സ്പ്ലോഷൻ ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സെറാമിക് പോട്ട് ഓവൻ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എയർ ഫ്രയർ ഫ്രണ്ട്ലി ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുക. എല്ലാ പോട്ടും സ്യൂട്ട് ആവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെറാമിക് പോട്ടിൻ്റെ താഴെ ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ ബാറ്റർ ഒരുപാട് സ്റ്റിക്കി ആയിട്ടൊന്നും സെറാമിക് പോട്ടിൽ ഉണ്ടായിരുന്നില്ല. ഈസി ആയിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റി. പെട്ടെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാണ്ട് കുറച്ച് ടൈം എടുത്തിട്ട് ലൈക്ക് ഇത് നന്നായിട്ടൊന്ന് കൂൾ ഡൗൺ ആവാൻ വേണ്ടി മിനിമം ഒരു 1/2 hour to 1 hour വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ശേഷം മാത്രം ഇതുപോലെ കട്ട് ചെയ്ത് സ്ലൈസ് പീസസ് ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഞാൻ ഇപ്രാവശ്യം ആഡ് ചെയ്തത് ബാർലി ഫ്ലോർ ആണ്. ഓൾ പർപ്പസ് ഫ്ലോറും അല്ല, വീറ്റ് ഫ്ലോറും അല്ല. പ്രീവിയസ് വ്ളോഗിൽ ഞാൻ വീറ്റ് ഫ്ലോർ ആയിരുന്നു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാർലി ഫ്ലോറിൻ്റെയും വീറ്റ് ഫ്ലോറിൻ്റെയും ഓൾ പർപ്പസ് ഫ്ലോറിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ബാർലി ഫ്ലോർ ഈസ് റിയലി ഗുഡ് ആൻഡ് ഹെൽത്തി. എനിക്ക് നെസ്റ്റോന്ന് ഇതുവരെ ബാർലി ഫ്ലോർ കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴും കാരിഫോർന്നാണ് ബാർലി ഫ്ലോർ വാങ്ങുന്നത്. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ മാക്സിമം ഓൾ പർപ്പസ് ഫ്ലോർ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ വീറ്റ് ഫ്ലോർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബാർലി ഫ്ലോർ യൂസ് ചെയ്യുക. ആൻഡ് ടേസ്റ്റ് സോ ഗുഡ്. ആ ഒരു മിൽക്ക് ആഡ് ചെയ്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് അറിയുന്നുണ്ടായിരുന്നു. ആൻഡ് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 1 hour മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 1 hour ഒക്കെ കഴിയുമ്പോൾ നന്നായിട്ട് കൂൾ ഡൗൺ ആവും. അതിനുശേഷം കട്ട് ചെയ്ത് ഗ്ലാസ് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ് ടു 5 days വരെ അത് കേടുവരാണ്ടിരിക്കും. ആൻഡ് ഇറ്റ്സ് അറൗണ്ട് 12:30 PM നമ്മളുടെ ലഞ്ച് ടൈമാണ്.
നമ്മൾ മാക്സിമം 12:30 to 1 o'clock ഉള്ളിൽ തന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. മോനും ഞാനും ഇതുപോലെ ഓപ്പോസിറ്റ് ഇരുന്നിട്ട് ഫുഡ് കഴിക്കും. ചില സമയങ്ങളിൽ സംസാരിച്ചിരിക്കും, ചില സമയങ്ങളിൽ ഡിസ്നി പ്ലസിൽ നല്ല ഡിസ്നി മൂവീസൊക്കെ ഉണ്ടെങ്കിൽ അത് കാണും. കൂടുതലും അവന് കാർ മൂവീസ് കാണാനാണ് ഇഷ്ടം. അപ്പോൾ അവൻ്റെ കൂടെ കമ്പനി എടുത്ത് അങ്ങനെ കഴിക്കും. ഈവനിങ് ടൈമിൽ ഇപ്പോൾ കിച്ചണിൽ കയറാൻ ഭയങ്കര മടിയാട്ടോ. ബിക്കോസ് ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയതുകൊണ്ട് ഭയങ്കര തണുപ്പാണ് കിച്ചണിൽ. അതുകൊണ്ട് മാക്സിമം ഒരു 4 o'clock ആകുമ്പോൾ തന്നെ ഞാൻ ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും. ഇന്ന് ഡിന്നറിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് പുലാവാണ്, പാകിസ്ഥാനി പുലാവ്. ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ, വൺ ഓഫ് മൈ ഫേവറേറ്റ് റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. 1.5 year ബാക്ക് എനിക്കൊരു നെയ്ബർ വന്നിട്ടുണ്ടായിരുന്നു. ഷീസ് ഫ്രം രാവൽപിണ്ടി, പാകിസ്ഥാൻ, റുമാന. അവൾ ഒരു പ്രാവശ്യം ഈ ഒരു പുലാവ് ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു കിച്ചണിൽ. അങ്ങനെ ഞാൻ അവളുടെ അടുത്ത് പഠിച്ചെടുത്ത ഒരു റെസിപ്പിയാണ് ഈ ഒരു സ്പെഷ്യൽ പാകിസ്ഥാനി പുലാവ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ലതായിട്ട് ഹോട്ടായിട്ടുള്ള ഒരു പോട്ടിലേക്ക് ഞാനൊരു 5 to 6 tablespoon ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ച ഗാർലിക് ആഡ് ചെയ്ത് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്ലൈസ് ചെയ്ത് വെച്ച ഓണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കുറച്ച് സ്പൈസസ്, അതായത് റോ സ്പൈസസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പൈസസ് എന്താണെന്ന് മനസ്സിലാവും. കംപ്ലീറ്റ് റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഈ ഓണിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് ഡാർക്ക് ബ്രൗണിഷ് കളർ ആവുന്ന സമയത്ത് നമ്മളൊരു 1 tablespoon വാട്ടർ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓണിയൻസ് കൂടുതൽ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ആവശ്യത്തിന് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക, ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുക. ചില്ലി ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നോൺ സ്പൈസി ആയിട്ടുള്ള ചില്ലി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഈ പുലാവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആട്ടോ ഈ ഒരു ഇംലി. നമ്മൾ പുളി, കൂടുതൽ ആൾക്കാരും പുളി പിഴിഞ്ഞാണ് ഒഴിക്കുന്നത്. അവളും പുളി പിഴിഞ്ഞാണ് ഒഴിക്കാറ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ റോ ആയിട്ട് ഇടുന്നതും ഇറ്റ്സ് ഗുഡ്. ആൻഡ് ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യുന്നുള്ളൂ. ലൈക്ക് നമ്മളുടെ ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ഗരം മസാല ഒക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് സോൾട്ട് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മസാല ചിക്കനിൽ പിടിക്കുന്ന രൂപത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്ത് ഒരു 10 to 15 minutes വെക്കുമ്പോഴേക്കും ചിക്കനൊക്കെ ഒരു ഹാഫ് കുക്കായിട്ടുണ്ടാവും. ചിക്കൻ നന്നായിട്ട് ഹാഫ് കുക്കായതിന് ശേഷം നമ്മളിത് ഓൾറെഡി വാഷ് ചെയ്ത് 10 to 15 minutes സോക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസാണ്. അതിതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒരു സ്പെഷ്യൽ സ്മെല്ല് സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു സ്മെല്ല് വരുന്നവരെ ഇത് നന്നായിട്ട് ഇതുപോലെ സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ നോർമൽ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്ന പോലെ തന്നെ 1 cup റൈസിന് 1.5 cup വാട്ടർ. അതുപോലെ ഞാനിവിടെ 2.5 cup വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു ടൈമിൽ സ്പൈസും ചെക്ക് ചെയ്യാം ആൻഡ് സോൾട്ടും ചെക്ക് ചെയ്യാം. ഇത് രണ്ടും ചെക്ക് ചെയ്തതിന് ശേഷം നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക. ഒരു 20 minutes കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ പുലാവ് റെഡി. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. ഇതെൻ്റെ ഒരു കുഞ്ഞ് ഡെയിലി വ്ളോഗായിരുന്നു. ഹോപ്പ് യു എൻജോയ് ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. താങ്ക് യു സോ മച്ച് ടു ദോസ് ഹു ആർ വാച്ചിങ് ടിൽ ദ എൻഡ്. താങ്ക് യു. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്